ഇവിടെ മാനവികമായി നമുക്കൊക്കെ മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് RSPയുടെ തിരുവനന്തപുരത്തെ പട്ടത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നും വിതരണം ചെയ്യുന്ന ക്യാപ്സൂൾ വിളമ്പാനല്ല. ഞാൻ 2 ദിവസമായി എൻ്റെ ഒരു കുഞ്ഞ്, എൻ്റേത് കൂടിയായി, എൻ്റെ നാട്ടുകാരൻ, ഞാൻ പഠിച്ച സ്കൂൾ, 2 ദിവസമായി ഞാൻ ആ കുഞ്ഞിൻ്റെ ഒപ്പമാണ്. ആ കുഞ്ഞ് ആ തണുത്ത് മരവിച്ച് ശാസ്താംകോട്ട താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ മോർച്ചറി റൂമിൽ തണുത്ത് ശീതീകരിക്കപ്പെട്ട നിലയിൽ ഇരിക്കുമ്പോൾ ആ മരണ വിവരം അറിഞ്ഞ മന്ത്രി ആനന്ദ നൃത്തമാടിയെങ്കിൽ അത് അധികാരത്തിന്റെ ഉന്മാദമാണ് എന്ന് ഞാൻ പറയും. ഉളുപ്പുണ്ടോ? അപ്പോൾ ഞങ്ങൾ എന്താ കാരണഭൂതം പാട്ട് പാടണം? ഞങ്ങൾ കാരണഭൂതം പാട്ട് പാടണം? CM-നോട് ചോദിച്ചല്ലോ തേവലക്കര കുട്ടിയുടെ മരണത്തെക്കുറിച്ച് ഓ എന്നല്ലേ തമ്പ്രാ മൂളിയത്? അത് അധികാരത്തിന്റെ ഉന്മാദമാണ്, ഞങ്ങളത് ചൂണ്ടിക്കാണിക്കും. പ്രിയപ്പെട്ട മാധു, ഈ ഫോട്ടോ ഒന്ന് കാണൂ. ഇതെന്താണ് സ്റ്റേഡിയത്തിൽ മാൻ ഓഫ് ദ മാച്ച് കിട്ടിയതിന് അവാർഡ് കൊടുക്കുന്ന ഫംഗ്ഷനാണോ? ദാരിദ്ര്യത്തെ, പട്ടിണിയെ സാമ്പത്തികം കൊണ്ട് അളക്കുന്ന ഒരു സർക്കാരായി, ആ സർക്കാരിന്റെ പ്രതിനിധികളായി, അതിനെ നയിക്കുന്നവരായി CPM-ന്റെ നേതാക്കന്മാർ, ഭരണകക്ഷി MLA മാറുന്നതിന്റെ ഒരു ദയനീയമായ അശ്ലീല ചിത്രമല്ലേ മാധു ഇത്? ഈ വീട്ടിൽ ഇത്രയും ഞാൻ ശ്രീ NK പ്രേമചന്ദ്രൻ MPയുമായി ഈ വീട്ടിൽ ഞാൻ പോയിരുന്നു. അവിടെ അതിനകത്ത് നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ആകാശം കാണാം മാധു. ഭിത്തികൾ പൊട്ടിക്കീറി ആകാശം കാണാവുന്ന ഒരു വീട്ടിനുള്ളിലേക്ക് ഫോട്ടോഷൂട്ട് നടത്താൻ ഒരു മുൻ MPക്ക്, ഒരു CPM-ന്റെ ഏരിയ സെക്രട്ടറിക്ക്, ഒരു MLA-ക്ക് അശ്ലീല ഫോട്ടോ എടുത്ത് ഫോട്ടോഷൂട്ട് നടത്തുന്ന ഒരു സമയമാണോ മാധു? രഹസ്യമായി അവരുടെ കയ്യിൽ വെച്ച് കൊടുക്കേണ്ടതിന് പകരം അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഒരു പുരസ്കാരം നൽകുന്നത് പോലെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒന്നേ അതല്ല. വിവേചന ബുദ്ധി എന്ന് പറയുന്നത്, വിവേകം എന്ന് പറയുന്നതിനെ വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. 5 ലക്ഷം ഉറുവയുടെ ചെക്ക് കൊണ്ടു കൊടുത്തിട്ട് തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ.